അവർ സമരം ചെയ്യുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് അവകാശപ്പെട്ടിരുന്നൊരു പാർട്ടി ഇവിടെ അധികാരത്തിലിരിക്കുമ്പോൾ അവർ അധികാരധാർഷ്ട്യത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെ കുത്തകാവകാശത്തിൻ്റെയും പേരിൽ ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. മാർക്സിസ്റ്റ് സൈദ്ധാന്തികരാണല്ലോ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സച്ചിദാനന്ദൻ കവി. അദ്ദേഹം അടുത്ത കാലത്ത് പറഞ്ഞു, ഇതുപോലെ ഭാഷ ഉപയോഗിക്കുന്നവർ ഉള്ളിടത്തോളം കാലം ഇവിടെ കമ്മ്യൂണിസവും വർഗസമരവും ഒന്നും ഉണ്ടാവില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം കൊല്ലത്താരംഭിച്ച CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കമ്മ്യൂണിസവും വർഗസമരവുമെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ ചിന്താഗതിയോടുകൂടിയുള്ള ഒരു നയം അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവകേരള സൃഷ്ടിക്ക് നമ്മുടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള രേഖയിൽ പറയുന്നത് കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ സഹായത്തോടു കൂടി കേരളത്തിൽ നവകേരളം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെയാണ് ഞങ്ങൾ വിഭാവന ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ പിന്തുണ നേടാൻ വേണ്ടി ഒരു നയമാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 2-3 വർഷമായി ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് കേരളം വ്യവസായ രംഗത്തും മറ്റ് രംഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം അറിയും നീക്കി കോർപ്പറേറ്റ് കുത്തക മുതലാളിത്തത്തിൻ്റേതായിട്ടുള്ള പൂർണ്ണ സഹായവും പിന്തുണയും തേടി നവകേരളം സൃഷ്ടിക്കാനാണ് മുഖ്യമന്ത്രി ആ നയരേഖയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അത്യുന്നതനായ നേതാവ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്, അദ്ദേഹം നേരത്തെ വരാൻ പോകുന്ന പാർട്ടി പ്ലീനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന പ്രമേയത്തിൻ്റെ സൂചനകളെന്ന നിലയിൽ പറഞ്ഞു, ഇന്ത്യയിൽ ഇതുവരെ ഫാസിസം വന്നിട്ടില്ല. മോഡി ഗവൺമെൻറ് നവ ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണെന്നാണ് പറഞ്ഞത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായ ക്ലാസിക്കൽ ഫാസിസമാണ്. ഹിറ്റ്ലറും മുസോളിനിയുമെല്ലാം ക്ലാസിക്കൽ ഫാസിസമാണ് നടപ്പിലാക്കിയത്. ആ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ചില ചേരുവകൾ മോഡി സർക്കാരിൻ്റെ ഈ നവ ഫാസിസത്തിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് പ്രകാശ് കാരാട്ടിൻ്റെ വിലയിരുത്തൽ. നവകേരളത്തിന് വേണ്ടിയുള്ള മുഖ്യമന്ത്രിയുടെ പുതിയ ആഹ്വാനവും ഈ നവ ഫാസിസത്തെക്കുറിച്ചുള്ള പ്രകാശ് കാരാട്ടിൻ്റെ പ്രഖ്യാപനവും 3-ാം വട്ടവും ഭരണം നേടിയെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം മൂലധന കോർപ്പറേറ്റ് ശക്തികളുടെ പിന്തുണ ഒരു വശത്ത് കിട്ടുക, പ്രകാശ് കാരാട്ട് പറഞ്ഞ രീതിയിലാണെങ്കിൽ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ ചേരുവകൾ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദുത്വ, കോർപ്പറേറ്റ്, സ്വേച്ഛാധിപത്യ ശക്തികളുടെ ചേരുവകളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത്. അതാണല്ലോ ഫാസിസം. അപ്പോൾ ഒരു വശത്ത് കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെ സഹായവും മറുവശത്ത് നവഫാസിസ്റ്റ് സർക്കാരിൻ്റെ നവഫാസിസത്തിൻ്റെ ആശീർവാദവും തേടി 3-ാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള പുറപ്പാടിനുള്ള ഒരു യഥാർത്ഥമായ അടവ് നയമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള അടവ് നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ നേരത്തെ കഴിഞ്ഞ ഇവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ട പോലെ BJP CPM അന്തർധാരയ്ക്ക് ഇപ്പോൾ ഒരുപാട് ശക്തികളുടെ ആയിട്ടുള്ള സഹായവും ബന്ധവും തേടിക്കൊണ്ടാണ് 3-ാം വട്ടവും ഭരണത്തിൽ വരാൻ ഇവർ ശ്രമിക്കുന്നത്. ഒരു കാര്യം നമ്മുടെ പാർട്ടി സെക്രട്ടറിയുടെ പ്രവർത്തന രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി ഭരണം ലഭിക്കുന്നത് നേതാക്കൾക്ക് ധനസമ്പാദനത്തിനുള്ള വഴി തുറക്കുകയാണ്. പല ആളുകളും ഈ കഴിഞ്ഞ കാലത്ത് 3 വർഷക്കാലം കൊണ്ട് കണക്കിലധികം പണം സമ്പാദിച്ചു. ഇവരുടെ എല്ലാം വരുമാനം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. അവരിൽ പലരും റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരായി മാറി എന്ന്
അദ്ദേഹം തെറ്റിദ്ധരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഈ സമ്മേളനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രവർത്തന രേഖയിൽ ഇത് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തുടർച്ചയായ അധികാരം ലഭിക്കുന്നത് അഴിമതിക്കും പണസമ്പാദനത്തിനുമുള്ള വഴി തുറക്കുന്നത് കൊണ്ട് മൂന്നാം വട്ടവും ഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയാൽ ഈ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാർക്ക് വീണ്ടും അധികാരത്തിൻ്റെ തണലിൽ അവർക്ക് കൂടുതൽ കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് കഠിനമായ പരിശ്രമം നടത്തി അവരും മൂന്നാം വട്ടം ഗവൺമെൻറ് കൊണ്ടുവരാൻ മൂന്നാം ഭരണത്തിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ള ആഹ്വാനമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. അഴിമതിയും അക്രമവും തികഞ്ഞ വലതുപക്ഷ പിന്തിരിപ്പൻ യാഥാർത്ഥിക ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണമാണ് പിണറായിയുടെ മൂന്നാം ഭരണം എന്ന ആശയത്തിലുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം.